ഹേ ഹായ്. അപ്പം ഇന്ന് അപ്പം ഇന്നലെ ഇന്ന് അതിരാവിലത്തെ അർജൻറ്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ബാച്ച് എന്താ പറയാന്നറിയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവർ ഒരു ഗോൾ അടിച്ച ശേഷം ഡിഫെൻഡ് ചെയ്യാൻ നിന്നു. അതാണ് ഏറ്റവും ഇവർ ചെയ്ത മിസ്റ്റേക്ക്. ഇവർ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞ് ഫുള്ള് ഡിഫെൻഡായിരുന്നു. പിന്നെ അങ്ങോട്ട് അറ്റാക്കിനോ കാര്യങ്ങളോ ഒന്നും ഇവർ പോകുന്നില്ല, ഫുള്ള് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അർജൻറ്റീന ആണെങ്കിൽ അർജൻറ്റീന അല്ലേ, എതിർ ടീം ഗോൾ ടൈമന്മാർക്ക് പ്രാന്താന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രാന്തായിരുന്നു. എന്നിട്ട് ഇവർ ഫുള്ള് ഡിഫെൻഡും കാര്യങ്ങളും ചെയ്തു, പക്ഷേ ജയിക്കാനായില്ല. 2 ഗോളിന് അർജൻറ്റീന ജയിച്ചു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇംഗ്ലണ്ടായിരുന്നു ലീഡ് ഉണ്ടായത്. പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ള് ഡിഫെൻഡ് ചെയ്ത് കളി കയ്യിലുണ്ടായതാണ്, പക്ഷെ കൊണ്ടുപോയി കളഞ്ഞു, ഫുള്ളായിട്ട് കളഞ്ഞു. ഇംഗ്ലണ്ട് നല്ല കളിയായിരുന്നു, 2 ടീമും നല്ല കളിയായിരുന്നു. അത്യാവശ്യം ഫൗള് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗൾ ചെയ്തിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇംഗ്ലണ്ട് അങ്ങനെ പൊട്ടി. ഓക്കെ, അപ്പം ഇനിയാണ് യഥാർത്ഥ ഫൈനൽ. അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലാണ്. സോ ലാമീൻ യമാലും മെസ്സിയും ഓക്കെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമുക്ക് തിങ്കളാഴ്ച, അതായത് 20-ാം തീയതി പുലർച്ചെ, അതായത് 12:30 നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ ഫുട്ബോളിൽ സ്നേഹിക്കുന്ന എല്ലാവരും ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മാച്ചായിരിക്കും ഈ ഫൈനൽ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിട്ടാണ് അർജൻറ്റീന ഫൈനലിലെത്തിയത്, അതുപോലെ സ്പെയിനും ഫൈനലിലെത്തിയത്. ഓക്കെ, അപ്പോൾ അവരെ രണ്ടാളെയും ഏറ്റുമുട്ടൽ നമുക്ക് കാണാം. 2 ടീമും നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഹൈഡ്രേഷൻ ബ്രേക്കൊക്കെ കഴിഞ്ഞ് മെസ്സിക്കും ടീമിന് എന്താ പറയുക, അതായത് അടിച്ചേ തീരുമെന്നില്ലേ ഒരു ഇതില്ലേ, ആ ഒരു കോൺഫിഡൻസും കയറി. പിന്നെ ഇവർ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പം അവർക്ക് മനസ്സിലായി ഇവർ പേടിച്ചു, ഇനി ഇവരെ കൊണ്ട് എന്തായാലും അറ്റാക്കിങ് നടക്കില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് മെസ്സിയും ടീമും അർജൻറ്റീന നല്ല രീതിക്ക് അറ്റാക്കിങ് തുടങ്ങി. ഓക്കെ, ഒന്നും പറയാനില്ല അതിൽ, നല്ല രീതിക്ക്. അതായത് ഒരു ഗോൾ അടിച്ചിട്ടൊന്നും എന്തായാലും ഡിഫെൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് അവർ ചെയ്ത വലിയ മിസ്റ്റേക്കാണ്. 20-ാം തീയതി പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ദിവസമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണി കാത്തിക്കുക എന്നറിയില്ലേ, അങ്ങനെ നിൽക്കുക. കാരണം എന്ന് വെച്ചാൽ അർജൻറ്റീനേൻ്റെ സ്പെയിൻ്റെയും കളി കണ്ടേ പറ്റും, എന്ത് ഇത് കൊടുത്തും കണ്ടേ പറ്റുന്നില്ലാന്ന്. ഇന്നലെ മാച്ച് കാണുമ്പം അതിൻ്റെ ഇടയ്ക്ക് KCB-ക്കാർ കറണ്ട് പോയി. ഇന്ന് രാവിലെ ഞാൻ വാർത്തയിൽ നോക്കിയപ്പം അതിനിടയ്ക്ക് തൃശ്ശൂർ എവിടെയോ അർജൻറ്റീനയും ഇംഗ്ലണ്ടും കളി നടക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. എന്നിട്ട് ഇവർ അതായത് ആരാധകർ തന്നെ ആയിരിക്കും അർജൻറ്റീന, ഇവർ KCB പോയിട്ട് തെറി വിളിക്കും, ആടില്ല ആൾക്കാരെ തല്ലിയും പിടിക്കുകയെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം കളി വെക്കുന്നതിൻ്റെ അടുത്ത്, അതായത് കളി നടക്കുന്ന സമയത്ത് കറണ്ട് ഓഫ് ആക്കില്ല, നിങ്ങൾ വേറെ ഏത് സമയത്തും കറണ്ട് ഓഫ് ആക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം 20-ാം തീയതി മെസ്സിയും ടീമും കപ്പടിക്കോ അല്ല യമാലും ടീമും കപ്പടിക്കോ നോക്കാം. അതായത് മെസ്സിൻ്റെ പോയി യമാലും ടീമും കപ്പടിക്കുന്നു. അതായത് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ അധികം സ്പെയിൻ ടീമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് വെച്ചാൽ വളരെ കുറവാണ്. പോർച്ചുഗലുണ്ട്, അർജൻറ്റീനയും ഇഷ്ടപ്പെടുന്നവരുണ്ട്, ബ്രസീലിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ ഫ്രാൻസിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ സ്പെയിനൊക്കെ വളരെ കുറവ്, എന്താണെന്ന് അറിയില്ല. അർജൻറ്റീന പുഷ്പം പോലെ പൊട്ടിക്കുമെന്ന് അറിയില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ടൈമിൽ പെട്ടെന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ, അതായത് കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, അത് എത്ര വലിയ ടീമാണെങ്കിലും. പക്ഷേ ഞാൻ പറയാല, അർജൻറ്റീന ഒരു സമയം കഴിഞ്ഞാൽ അതായത് ഇവർ 70-ാം മിനിറ്റോടെ അടുക്കുമ്പോഴാണ് എല്ലാ കളിയിലും, അതായത് കഴിഞ്ഞ 2 കളിയിൽ 70-ാം മിനിറ്റ് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ എതിർ ടീം ഒരു ഗോൾ ഇട്ട് കഴിഞ്ഞാലാണ് ഇവന്മാർക്ക് ശരിയായ പ്രാന്ത്. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി, സോ കാർത്തിക്കും പ്രണവും ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട, അവൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ചായ കുടിക്കാനായിട്ട് നല്ല സ്പോട്ടിലേക്ക് പോകും. സോ അതിൻ്റെ വീടാണ്, അതുകൊണ്ട് നമുക്കിനി ബാക്കി അവിടെ എത്തിയിട്ടെടുക്കാം. നമ്മൾ ചായ ഹട്ടിലാണ്, പ്രണവ് ചായയും കൊണ്ട് വരുന്നുണ്ട്.
അതൊക്കെ കടികളിൽ ഇടാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ സാധനം എന്നറിയില്ല, നല്ല ഫില്ലിങ് കാര്യങ്ങൾ. ട്രൈ നോക്കാം. വലിയ രസമുണ്ടോ? ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ മാച്ച് പറ. അർജന്റീന നല്ല കളി കളിച്ചു. ഇംഗ്ലണ്ട് അവസാനം ഡിഫെൻസീവായിട്ട് കളിച്ച് തോറ്റു കൊടുത്തു. പ്രണയം എന്ന് പറയല്ലേ? ഇല്ല 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 അല്ല പറഞ്ഞോ. ഇംഗ്ലണ്ടിന്റെ കൈമുണ്ടായ കളിയാണ്. ഒരു ഗോൾ അടിച്ചു വരാം. അവസാനം ഇംഗ്ലണ്ട് ഒരു ഗോളിൽ ലീഡ് തന്നെയാണ്, പക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ പോയിട്ട് മാത്രം കൊണ്ട് കളഞ്ഞ കളി അല്ലേ? ടാക്ടിക്സ് മാറ്റിയിട്ട് കളി കേടാക്കി. ഞാൻ വിചാരിച്ചു ആ കോച്ച് എന്തെങ്കിലും എഴുതുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം എല്ലാം സെറ്റാക്കുന്നു. എല്ലാം കൊണ്ടേ കളഞ്ഞു, ഫുൾ കൊണ്ടേ കളഞ്ഞു. ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ട് നേരെ ആ പാലത്തിലേ അങ്ങോട്ട് പോവാം, എന്നിട്ട് ബാക്കി എടുക്കാതിരിക്കും നല്ലത് അല്ലേ? അപ്പോൾ നമ്മൾ ചായക്ക് കുടിച്ച് ഇവിടെ ഇരിക്കാം. ഇതാണ് നമ്മൾ ചായ കുടിച്ച സ്പോട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചായ പിടിച്ചിറങ്ങി ജസ്റ്റ് ഇതിലേ നടന്ന് ഇവിടെ ഒരു പാലമുണ്ട്, അതും കൂടെ കാണിച്ചുതരാം. സോ ആ പാലം കാണാൻ വേണ്ടി നമ്മൾ പോവാം. മെയിൻ റോഡുണ്ട്, പക്ഷേ അതിലേക്ക് ഇറങ്ങി ഒരു ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ അതിലേക്ക് ഇറങ്ങി ഇതിലേ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അപ്പോൾ സമയം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കാം. അവിടെ ഇരുന്ന് ഇരിക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ആൾക്കാരും കുറേ ഉണ്ട്. പിന്നെ വ്ളോഗ് അവരെ മുമ്പിൽ നിന്ന് എടുക്കാൻ മടിയായിട്ടൊന്നുമല്ല, അവരെയും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പറയാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാവരും നോട്ടവും കിട്ടുക, അതും പ്രശ്നമുണ്ട്. ഒരു ചമ്മലുണ്ട്. ഓക്കെ, ഈ ചമ്മൽ എന്തായാലും പോകണമെങ്കിൽ നമ്മൾ കുറേ വട്ടം ആൾക്കാരെ മുമ്പിൽ നിന്ന് വ്ളോഗ് എടുക്കേണ്ടി വരും, എന്നാലേ പോകും. സോ പ്രണവ് ഇടാ, എല്ലാവരും ഉണ്ട്. അർജൻറ്റീന ജയിച്ച സങ്കടത്തിൽ. നമുക്ക് നടക്കാം എന്തായാലും. ഇങ്ങനെ നമ്മൾ നടന്ന് ഇതാണ് നമ്മളെ പാലം അല്ലേ? സോ പാലത്തിൻ്റെ മുള്ളെത്തി. സോ ഇവിടുന്ന് നമ്മളിപ്പം കുറച്ച് നേരത്തെ നടന്നു വന്ന പാലം എന്ന് പറയുന്നത് നമ്മളെ ചായപ്പീടിയുടെ അടുത്തല്ലേ, ഞാൻ കാണിച്ചുതരാം അവിടെ എത്തിയിട്ട്. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ കാണിച്ച പാലം അതാണ്. സോ അവിടെയാണ് നമ്മൾ നേരത്തെ ഇരുന്ന ചായക്കട. ഗൈസ്, ചന്ദ്രൻ വന്നു, ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ. ഗൈസ്, നമ്മൾ തിരിച്ചു പോവുക, കാരണം വെച്ചാൽ ലേറ്റായി, 7:30. അപ്പം ഇതാണ് നമ്മുടെ പുഴ, തലിച്ചാലം പുഴ എന്നാറ്റ. തലിച്ചാലല്ലേ ഇതിൻ്റെ പേര് അല്ലേ? തലിച്ചാലം പുഴ. സോ നമ്മളിങ്ങനെ നടന്നു പോവാം. ഗൈസ്, നമ്മളങ്ങനെ ചായ് ഹട്ടിലേക്ക് തിരിച്ചെത്തി. സോ അവിടെയാണ് ചായ് ഹട്ട്. സോ നമുക്കിനി ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണം അല്ലേ? ഡോക്ടറെ കാണിക്കാനാ? എന്തേ ഓർത്തോ? സീൻ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോവാം നമുക്ക്. ഓണക്കൊന്ന് വന്നിട്ടുള്ളത് എന്തിനാ വെച്ചാൽ ഓർത്തോനെ കാണിക്കാൻ. ഓർത്തോനെ കാണിക്കാൻ വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ കാർത്തിക്ക് എന്തോ കാണിച്ചിട്ട് എന്തോ നടുവൊക്കെ വിളിക്കുന്നു പറയുന്നുണ്ട്. എന്നാ പറ്റിയേ? ഒന്ന് സ്ട്രെച്ച് ചെയ്തത് ഇങ്ങനെ. അതെ, നടു ഒന്ന്, അതായത് ഒന്ന് ഇവിടെ നട്ടലിന് കുത്തിയിരുന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്തതാ. അപ്പം നട്ടലിന് എന്തെല്ലോ പൊട്ടലും ചീറ്റലും കേട്ടു. നട്ടലിനെന്തോ പിടുത്തം, ഒരു വേനയുണ്ട്. ഉളുക്കിപ്പോയതായിരിക്കും, ചിലപ്പം ഉളുക്കിയതായിരിക്കും. അങ്ങനെ വലിയ വരാനൊന്നുമില്ല. എന്തോ പിടിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തോനെ കാണിക്കാൻ ഇവിടെ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തോനെ കാണിച്ചിട്ട് നമുക്കിനി നേരെ തിരിച്ചു പോകാം. അപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ചു പറ. ഡോക്ടറെ കാണിച്ചു ബില്ല് കിട്ടിയിട്ടുണ്ട്. ബില്ലല്ല, ചീട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ അടിയിലെ മസിൽസിന് എന്തെങ്കിലും ചെറിയ രീതി ഉളിക്കിയ പോലെ ഇന്ന് ചൂടുവെള്ളം പിടിക്കാനും പിന്നെ ഗുളികയിലെത്തിട്ടുണ്ടായിരുന്നു, വാങ്ങണം. ശരിയായിട്ടില്ലെങ്കിൽ ആദ്യം വരാൻ ഇല്ല, ചെറുങ്ങനെ വലിയ രീതിക്കൊന്നും പറ്റാനില്ല. അത് ചോദിച്ചു താഴോട്ടേക്കെല്ലാം എന്തെങ്കിലും വേനയുണ്ടോ, കാരണം നട്ടലിന് പറ്റിയാൽ ചിലപ്പോൾ കാലിനെല്ലാം വേനയുണ്ടോ. ഇപ്പോൾ ഇവിടെ അതൊന്നുമില്ല. പിന്നെ കാൽമുട്ടിന് എന്തോ പറ്റുന്നുണ്ട്. അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് അതിൻ്റെ പേൻസോ അടുത്ത വ്ളോഗിൽ നാളെ കാണാം. ബൈ.